ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള ഒരു വിവരം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത് കാണാനിടയായി. വളരെ സങ്കടം തോന്നി. അത് ഇന്നലെ തന്നെ അതിൻ്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഒരു ആദിവാസി യുവാവ്, അജീഷ് എന്നാണ് അയാളുടെ പേര്, അയാൾ ഒരു ഗ്ലാസ് ചില്ലുകൾ ഉടഞ്ഞ കാട്ടിനകത്ത്, അതായത് കാട് എല്ലാം പടർന്ന് മൂടിക്കിടക്കുന്ന കാടുകളാൽ മൂടിക്കിടക്കുന്ന ഒരു JCBയുടെ ഉള്ളിൽ അയാൾ കയറിയിരിക്കുന്ന ഒരു വിഷ്വൽ കാണിച്ചിരുന്നു. എന്നിട്ട് അയാൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ചിട്ടിരിക്കുക, ആത്മഹത്യാ ഭീഷണിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇന്നാണ് അയാളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ കാണാനിടയായി. 30 ലക്ഷം രൂപ വിലയുള്ള ഒരു JCBയാണ്. അയാൾ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അയാളെ ഏതോ ഒരു സുഹൃത്തിൻ്റെ ആ വസ്തുവിൻ്റെ ആധാരമൊക്കെ എടുത്ത് കൊളാറ്ററൽ സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് അത് 49,000 രൂപയ്ക്ക് മുകളിലായിട്ട് മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ CC അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് വേറെ ഒന്നുമില്ല, അയാൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ ഇപ്പം മാർഗമില്ലാതായി. കാരണം ഇത് 2022 അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി, അതായത് അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ സർക്കാർ ഭൂമി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, വനഭൂമിയൊക്കെയാണ്. അത് ഫോറസ്റ്റിന് അധികാരമുള്ള സ്ഥലം തന്നെയാണ്, സംശയമൊന്നുമില്ല. സ്വകാര്യ വ്യക്തി ഒരു വീട് വെക്കുന്നതിൻ്റെ കാര്യത്തിനായിട്ട് ഈ വസ്തു നിരപ്പാക്കാനായിട്ട് ഇയാളെ JCB വിളിച്ചു. ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവർ പോകാറുണ്ട്. അവിടെ വേറെ വിലയുള്ള മരങ്ങളൊന്നും അതിനകത്തില്ല. ഒരു 7 പാഴ്മരങ്ങൾ, വളരെ ചെറുതാണ്, അങ്ങനെയുള്ള മരങ്ങളേ ഉള്ളൂ. വളരെ ചെറിയ പാഴ്മരങ്ങൾ 7 എണ്ണം. മരത്തിൻ്റെ തൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ളതേ ഉള്ളൂ. ഈ മണ്ണ് ശരിയാക്കുന്ന കൂട്ടത്തിൽ ഈ പാഴ്മരങ്ങൾ 7 എണ്ണം അതുപോലെ പിഴുതു മാറ്റി. ഇത് അറിഞ്ഞതോടുകൂടി വനം വകുപ്പ് വന്ന് കേസെടുത്തു. 2022 കേസെടുത്തതിന് ശേഷം ഇതിനൊരു പിഴയിട്ടു. ഈ 7 പാഴ്മരങ്ങളുടെ ഇതായിട്ട് അത് നശിപ്പിച്ചതിൻ്റെ പിഴയായിട്ട് 700 രൂപ പിഴയോ മതി. 700 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇയാളെ വിളിച്ച്, ഈ അജീഷിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നീ ഈ JCB അങ്ങോട്ട് വന്നേരെ, കാരണം അത് കാണണം, അത് 10 ദിവസത്തിനകം വിട്ട് വന്നേക്കാം, എന്നിട്ട് വേണം ഇത് നിനക്ക് ഇല്ല, അല്ലെങ്കിൽ വലിയ കാര്യമാവും, കുഴപ്പമാവും എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ നല്ല ബുദ്ധിക്ക് ഈ JCB കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കി. അപ്പോൾ ഈ വനഭൂമിയിൽ അതിക്രമിച്ച് കയറുക, അവിടെ നാശനഷ്ടങ്ങൾ വരുത്തുക, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഇംപ്ലിമെൻറ്റ്സ് ഫോറസ്റ്റ് ഓഫീസേഴ്സിന് പിടിച്ചെടുത്താൽ അതിന് കേസൊക്കെ കൊടുക്കുമ്പോൾ, അവർ ചാർജ് കൊടുക്കുമ്പോൾ അത് കോടതിയിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയിട്ട് അത് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ ഒക്കത്തില്ല, JCB ഇടാൻ സ്ഥലമില്ല. അപ്പോൾ അത് കോടതി ഹാജരാക്കിയതായിട്ട് കാണിച്ചിട്ട് കൊടുത്താൽ ഇവരുടെ സേഫ് കസ്റ്റഡി വെക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കിടക്കുന്നതാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏതായാലും ഇയാൾ പാവമായതുകൊണ്ട്, ഇയാൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇതിങ്ങനെ കിടക്കേണ്ടതായിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇയാൾ DFOയ്ക്ക് അതിൻ്റെ പുറകെ നടന്നപ്പോൾ അവസാനം യവന്മാർ ഈ 4.5 വർഷമായിട്ട് ഇത് വിട്ടുകൊടുക്കത്തില്ല ഈ സാധനം. ഇപ്പം അവസാനം പറയുന്നത് എന്താണെന്നറിയോ, കോടതി കേസ് കിടക്കുകയാണ്. അപ്പോൾ കേസ് കിടക്കുകയാണെങ്കിൽ അത് തൊണ്ടി മുതലാണെന്നുണ്ടെങ്കിൽ ആ കേസെന്ന് പറയുന്നത് എന്താ, സെക്ഷൻ 27 അനുസരിച്ച് ഫോറസ്റ്റ് ആക്ടിൻ്റെ അതനുസരിച്ചുള്ള കേസായിരിക്കും. ആ കോടതിയിൽ ഇയാൾ അപേക്ഷ കൊടുത്തപ്പം കോടതി പറഞ്ഞെന്ന് അത് DFO ഉചിതമായ തീരുമാനം എടുക്കാൻ. ഇവിടുത്തെ DFO അങ്ങ് ഉചിതമായ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തോന്നറിയോ, ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതാണ് അയാളുടെ തീരുമാനം ഉചിതം. ഇരുന്ന് ഉറങ്ങുന്നതാണ് അയാളുടെ ഉചിതമായ തീരുമാനം. എന്ത് കഷ്ടമെന്ന് തോന്നുന്നുള്ളൂ ഒരു പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്നത്. അവനറിയാൻ വയ്യാതെ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ അതിന് ഫൈൻ അടിച്ചിട്ട് അത് കൊടുത്തു വിടണം. അതും കൊടുത്തിട്ട് എന്നിട്ട് ഇത് സമയത്ത് ആവശ്യമുള്ളപ്പോൾ ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇവൻ്റെ കസ്റ്റഡിയിലോട്ട് കൊടുത്താൽ മതിയല്ലോ. അത് കൊടുത്തില്ല. അത് കഴിഞ്ഞ് DFOയ്ക്ക് ഇതിന് അധികാരമുണ്ട് ഇത് വിട്ടുകൊടുക്കാൻ, റിലീസ് ചെയ്യാൻ. DFO അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മേളിൽ അപ്പീൽ കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. അപ്പീൽ മാത്രമല്ല, അയാൾക്ക് റിട്ട് കൊടുക്കാൻ ഹൈക്കോടതിയിൽ. ഇയാൾ പാവമായതുകൊണ്ടാണ്. അയാൾക്ക് എന്നേ ഇത് വിട്ട് കിട്ടിയാനേ. ഇത്രയും ഈ മുതൽ കിടന്ന് നശിച്ചു പോകത്തില്ല. ഇപ്പം എന്തെന്നറിയോ, അതിനകത്ത് വള്ളികളെല്ലാം പടർന്ന് കയറിയേക്കാണ്. അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ തകർന്നു പോയി. ഇനി അത് പുറത്തിറക്കിയാൽ പോലും അതിന് ഒരുപാട് മെയിൻ്റനൻസിന് ഒരുപാട് പൈസ ചിലവാക്കിയേ പറ്റൂ. കാരണം ഇത് ഇത്രയും നാളായിട്ട് 4.5 വർഷമായി കിടക്കുകയാണ് ഇത്. അപ്പോൾ ഇത് ഇവർക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യമൊന്നുമല്ലല്ലോ ഒരു പാവപ്പെട്ടവൻ്റെ ഗതികേട്. ഇത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ കാര്യമാണ് ചെയ്തത്. ഒരുത്തം വിളിച്ചുകൊണ്ട് പോയതാണ്. അത് സ്വകാര്യ ഭൂമി വനഭൂമിയാണെന്നൊന്നും ഇവനെ അറിഞ്ഞൂടെ. ഇയാൾ ഇതൊന്നും നോക്കിയിട്ടില്ല.
ഇയാൾ ആ സ്വകാര്യ ഒരു വീട് വെക്കാനുള്ളതാണ്, അവിടെ നിലം നികത്തി കൊടുക്കാൻ പറഞ്ഞു. ഇയാൾ നികത്തി, അയാൾ നിരത്തി, നിരത്തി കൊടുക്കാൻ പറഞ്ഞു. അതിന് വേണ്ടിയുള്ള നിരത്തി. ആ പാഴ്മരങ്ങളായി പോയ അതിന് വില കണ്ടല്ലോ നമ്മൾ. 700 രൂപ, 7 മരത്തിന് 700 രൂപ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത്, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ മരത്തിൻ്റെ. ഇതേ ഉള്ളൂ കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു പാവം പിടിച്ച ഒരുത്തനെ ഈ കുറ്റത്തിന് അവൻ്റെ പേര് ഒരു കേസ് ആദ്യമേ എടുത്തിട്ട് കോടതി കൊണ്ടുപോട്ടെ. എന്നാലും ഇവന് ഇത് വിട്ട് കിട്ടുമല്ലോ. കോടതിയിൽ അപേക്ഷ കൊടുത്തപ്പം ആ കോടതിയുടെ വിവരമാണ് ഞാൻ ആലോചിക്കുന്നത്. DFOയ്ക്ക് ഉചിതമായ തീരുമാനം എടുക്കാൻ. അത് അവിടെ തൊണ്ടി മുതൽ അവിടെ ഹാജരാക്കിയേക്കുന്നുണ്ടെങ്കിൽ ആ കോടതിക്ക് അത് 3-ാം സ്ഥാനം വിട്ടുകൊടുക്കാൻ അവന്. അതെന്താ ചെയ്യാത്ത? ഇങ്ങനെയുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ഇത് ഒരു കോടതിയിലൊരു വസ്തു ഹാജരാക്കി കഴിഞ്ഞാൽ പെൻഡിങ് ട്രയൽ, അതായത് ട്രയൽ നടക്കുന്നതന്നെ ആ പെൻഡൻസി തന്നെ ആ കോടതിക്ക് ഇത് വിട്ടുകൊടുക്കാനുള്ള പവറുണ്ട്. ഇയാൾ അതിന് ജാമ്യം കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തോണ്ടന്നെ. അതിന് പകരം DFO ഉചിതമായ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. DFOയ്ക്ക് തീരുമാനം കൊടുത്തു. DFO ഒരു തീരുമാനം എടുത്തു. എന്നുവെച്ചാൽ ഒരു തീരുമാനം എടുക്കണ്ട. അതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ തീരുമാനം എന്ന് പറയുന്നത്. അതാണ് ഒരു തീരുമാനം എടുക്കണ്ട എന്നങ്ങ് വിചാരിച്ചു. ഈ പാവം ഈ DFO കൊടുത്തത് അത് തള്ളുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയെ സമീപിക്കണം. അതിനൊക്കെ പൈസ ചിലവൊക്കെ ഉണ്ട്. അഭിഭാഷകർക്കൊക്കെ കാശൊക്കെ കൊടുക്കണ്ടേ, ഫീസൊക്കെ കൊടുക്കണം. അതിനൊന്നും മാർഗമില്ല ഇയാൾക്ക്. അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കിടക്കുന്നത്. ഏതായാലും ഈ പാവപ്പെട്ടവൻ്റെ കണ്ണീരുണ്ടല്ലോ കാണണം. അയാൾ പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്, അതേമാരെ തിരിച്ചറിയണം. കാരണം ഇയാൾ ഞാൻ തന്നെത്താൻ ആത്മഹത്യ ചെയ്താൽ ഞാൻ സ്നേഹിച്ച് കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ടതി, അവരെ വഴിയാധാരമാക്കാൻ എനിക്കൊക്കത്തില്ല. അപ്പം ഞങ്ങൾ പോകുന്നെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചേ പോകത്തുള്ളത് അയാളൊരു വാചകം പറഞ്ഞു. ഒരു മാർഗമില്ലാത്തവൻ അവസാനം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു കുടുംബത്തിൻ്റെ കൂട്ട ആത്മഹത്യയായിരിക്കും യവന്മാരൊക്കെ കാണുന്നത്. യവന്മാരെല്ലാം അകത്താവുകയും ചെയ്യും. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അയാൾ പറഞ്ഞു വെക്കാനുള്ളത് അവൻ പറഞ്ഞു വെച്ചു. ആ ചെറുപ്പം ചൊവ്വാഴ്ച അപ്പോൾ ഇത് വന്നപ്പം ഇയാളെ ഈ സമരം പ്രതിഷേധം അവസാനിപ്പിക്കാനായിട്ട് അവസാനം പോലീസ് ഇടപെട്ടു. പോലീസ് ഇടപെട്ടിട്ട് പോലീസ് അപ്പോൾ പറഞ്ഞ DFOയുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് വെച്ചേക്കാണ്. എന്നാലും ഇത്രയും ദിവസമുണ്ട്, ചൊവ്വാഴ്ച വരെ നീങ്ങണം. അവൻ്റെയൊക്കെ രാജാക്കന്മാരല്ലേ, അവൻ്റെയൊക്കെ സൗകര്യം അനുസരിച്ച് വേണം ഇത് തീരുമാനിക്കാം. ഒരു പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ചിട്ടിരിക്കുക, അവരെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട്. എന്നിട്ടാണ് ഇത് ഇത്രയും കാടും പടലുമായിട്ട് കിടക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഇത് ഒരു കാര്യമില്ലാത്തതാണ്. ഇത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള കാര്യമൊന്നും ഇല്ല അതിനകത്ത്. അത് എങ്ങനെയെങ്കിലും അത് വിട്ടുകൊടുക്കാനുള്ളതിന് പകരം ഒരുത്തനെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ളതിന് പകരം എങ്ങനെ ഒരുത്തനെ ഉപദ്രവിക്കാമെന്നാണ് ഇവർ കാണുന്നത്. ഇതാണ് നമ്മുടെ പല ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. ഒരുത്തിന് അവനെ ഒന്ന് രക്ഷപ്പെടുത്താം, അവൻ പൊക്കോട്ടെ, സാരമില്ല, പാവമാണ്, കാശ് വാങ്ങിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നതല്ല ഞാൻ പറഞ്ഞത്. അത് വേണ്ട, ഒരു നിർവൃത്തിയാണ്. അവന് വേറെ മാർഗമില്ല. അവനെ ഒന്ന് രക്ഷിക്കാം, സാരമില്ല, ഇത്രയല്ല ഉള്ളൂ, നീ ഇത്രയും ഫൈൻ അടയ്ക്ക്, എടുത്തുകൊണ്ട് പോകും. ഇതങ്ങ് അത് ചെയ്താൽ പോരെ. അതിന് പകരം അതല്ലെങ്കിൽ അവന് ജാമ്യം കൊടുക്ക്, സാധനം വിട്ടു കൊടുക്കാം, ആവശ്യമുള്ളപ്പോൾ ആരാക്കണം. ഇതേ ഉള്ള കാര്യം. ഇതൊക്കെ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഫോറസ്റ്റിന് അത് എളുപ്പമുള്ള കാര്യമല്ല. ഈ പാഴ്മരങ്ങൾ ഏതോ ഒരുത്തന്നെ ഇവനെ വിളിച്ച് ചതിച്ചതാണ്, അവിടുന്ന് ഇതുപോലെ ഈ നിരത്തി കൊടുക്കാൻ പറഞ്ഞ്. ഇവർക്കൊരു പണി കിട്ടുന്നതല്ലേ, അതുകൊണ്ട് അവർ പോകുന്നതാണ്. ഏതായാലും ആ പണി കിട്ടി. ആ പണിയെടുത്തതോടുകൂടി ഇവന് പണി കിട്ടി. ഇത് തന്നെ സംഭവം. ആ 700 രൂപ വിലയുള്ള പാഴ്മരത്തിന് പകരം 30 ലക്ഷം രൂപ ഉള്ള JCB ആണ് കാട് കയറി സ്ഥലത്ത് കിടക്കുന്നത്. ഇവനെ ഇത് കാണാൻ പോലും അനുവദിച്ചില്ല. അവൻ അവസാനം അങ്ങ് കയറി അതിനകത്ത്. ഞാൻ കേസെടുക്കും എന്ന് നമ്മൾ കണ്ടറിയണം. അതാണ് നമ്മുടെയൊക്കെ നിയമം, നീതി ഇതാണ്.